എന്താ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് അറിയുവോടോ തനിക്ക്? കൈമൾ മാഷ് വരദയുടെ നേരെ നോക്കി ചോദിച്ചു. അവരൊന്നും മിണ്ടിയില്ല. തൊട്ടടുത്ത് തന്നെ ഭദ്രയും ഇരിപ്പുണ്ട്. വരദ ഇല്ലെന്ന് തലയാട്ടി കാണിച്ചു. താൻ ഇപ്പോഴും നമ്മുടെ പാവം മകൻ്റെ സന്തോഷത്തിനെക്കുറിച്ചും അവൻ്റെ ജീവിതത്തെക്കുറിച്ചും ചിന്തിച്ചിട്ടില്ല. മനസ്സിൽ ഇന്നേരം വരെയും കൂട്ടിയും കിഴിച്ചു നോക്കിയതത്രയും പാർവതിയെ ഹരി സ്വീകരിച്ചാൽ നാട്ടുകാരോട് എന്ത് പറയും, കുടുംബക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നത് മാത്രമാണ്. ശരിയല്ലേ? ചെറിയൊരു ചിരിയോടെ മാഷ് അത് ചോദിക്കുമ്പോഴും വരദയോ ഭദ്രയോ മുഖം ചുളിച്ചില്ല. അവർക്കറിയാം കൈമൾ മാഷിന് തൻ്റെ ഹൃദയത്തോടി പറയാൻ ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ലെന്ന്. ഭദ്രയ്ക്കറിയാം അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൻ്റെ ആഴം. ആ ചിന്ത തെറ്റല്ലല്ലോ മാഷേ, അതും കൂടി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ? വരദ മാഷിനെ നോക്കി. തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഒരമ്മയുടെ വേവലാതികളെ ഞാൻ വില കുറച്ച് കാണുന്നില്ല. മാഷ് അവരുടെ തോളിൽ തട്ടി. പക്ഷേ ഈ ഒരു ചിന്തയോടെ താൻ എത്ര നേരം ഇരുന്നാലും നമ്മുടെ മോനെ അവിടെയൊന്നും കാണാനാവില്ല. അവൻ്റെ ജീവിതം തനിക്ക് മുന്നിൽ തെളിഞ്ഞു വരില്ല. മാഷ് പറഞ്ഞു. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? അവരുടെ ശബ്ദം നീർത്തു. ചെയ്യേണ്ടത് ഒന്നു മാത്രം. നമുക്ക് നമ്മുടെ മോൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. അവനെ വേദനിപ്പിച്ച് നാട്ടുകാർക്ക് സന്തോഷം കൊടുത്താൽ കുറ്റബോധത്തോടെ അല്ലാതെ അവന് മുന്നിൽ പിന്നെ ഒരിക്കലും നിനക്ക് പോയി നിൽക്കാനാവില്ല. അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെല്ലാം ഉത്തരവാദി നീയാണെന്ന് നിന്റെ മനസ്സ് പോലും നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മാഷു പറയുന്നത് നോക്കി വരദ ഒന്നും മിണ്ടാതെയിരുന്നു. ഹരി പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിക്കുകയല്ല. മറിച്ച് നീ ആലോചിച്ചു നോക്കേണ്ട വിഷയം നിനക്ക് മുന്നിൽ തുറന്നു തരികയാണ് ഞാനിപ്പോൾ ചെയ്യുന്നതും ഇനി അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. തനിക്കെപ്പോഴും തീരുമാനമെടുക്കാൻ ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും. ഹരിക്ക് വേണമെങ്കിൽ പാർവതിയെ മാത്രമേ സ്വീകരിക്കൂ എന്നൊരു കടുത്ത തീരുമാനമെടുക്കാം. അവന് പ്രായപൂർത്തിയായി. ഒരു പെണ്ണിനെ പോറ്റാനുള്ള ജോലിയുമുണ്ട്. പക്ഷേ അവൻ തീരുമാനമെടുക്കാൻ നിന്നെ ഏൽപ്പിച്ചു. അതെന്തുകൊണ്ടാണെന്ന് നീ ആലോചിച്ചു നോക്കിയോ? മാഷ് ഭാര്യയെ സ്നേഹത്തോടെ നോക്കി. നീ എന്ന അമ്മയോടുള്ള ബഹുമാനം കൊണ്ട്. അതല്ലേ അവൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകുക. നിന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ ഹരി അത് പാർവതിയെ അറിയിക്കുന്നതിന് മുന്നേ നിന്നെ അറിയിച്ചത്. നീ വേണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൻ അവൾക്ക് വേണ്ടി വാശി പിടിക്കില്ലായിരിക്കും. പക്ഷേ ആ തീരുമാനമെടുക്കാൻ നമ്മുടെ മോൻ എത്ര വേദന സഹിക്കേണ്ടി വരും വരദേ? ആ ചോദ്യം പോലും അവർക്കുള്ളിൽ വേദന നിറച്ചു. അവൻ്റെ നന്മയെ കരുതിയില്ലേ ഞാൻ? വരദ വീണ്ടും കെറുവെച്ചു. ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിലേക്ക് തള്ളിവിട്ടിട്ട് അതിലവൻ ഒരു ആയുസ് മുഴുവനും ഉരുകി ജീവിക്കുന്നതാണോ നീ പറഞ്ഞ ഈ നന്മ? ഇതുപോലെ ചിന്തിക്കുന്ന മാതാപിതാക്കൾക്ക് വെറുതെ ആശ്വസിക്കാനുള്ള ഒരു കാരണം മാത്രമാണത്. പക്ഷേ അതിൻ്റെ പേര് നന്മയെന്നല്ല, ക്രൂരതയെന്നാണ്. മാഷിൻ്റെ ശബ്ദം കടുത്തു. വരദ ഒന്നും മിണ്ടാതെ അയാളെ നോക്കിയിരുന്നു. ഒരിക്കൽ കൈവിട്ട് കളഞ്ഞതിൻ്റെ വേദന ഹരിയിൽ ഇപ്പോഴും ബാക്കിയുണ്ടെന്നിരിക്കെ അവൻ പറഞ്ഞതുപോലെ അവനൊരവസരം കൊടുക്കാൻ ദൈവം തീരുമാനമെടുത്തതാണെങ്കിലോ? നമ്മൾ എടുക്കുന്ന തീരുമാനം കൊണ്ട് അവൻ്റെ ഒരു ആയുസിൻ്റെ സന്തോഷം നഷ്ടപ്പെടാൻ കാരണമാവണോ? ആലോചിച്ചു നോക്കുമ്പോൾ നാട്ടുകാരെയും ബന്ധുക്കളെയും പരിഗണിക്കുന്ന കൂട്ടത്തിൽ താൻ നമ്മുടെ മകനെയും ഇത്തിരിയെങ്കിലും പരിഗണിക്കാൻ മറന്നു പോവില്ലേ? ജീവിതം അവൻ്റെയാണ്. ജീവിക്കേണ്ടതും അവനാണ്. ഹരിയാണ് നമ്മുടെ മകൻ. ന്യായമായതെന്തും അവൻ ചെയ്യുമ്പോൾ അവനൊപ്പം നിൽക്കേണ്ടതും നമ്മളാണ്. മാഷ് പറഞ്ഞു നിർത്തി. പാറു ചേച്ചിയെ നമ്മൾക്ക് നന്നായി അറിയാമല്ലോ അമ്മേ. ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ വേദനിപ്പിച്ച് രസിക്കാൻ വേണ്ടിയൊരു തീരുമാനം അമ്മ എടുക്കരുത്. അപ്പോഴും ഏട്ടനല്ലേ അമ്മയെ വേദനിക്കുന്നത്? ഭദ്ര അമ്മയുടെ തോളിലേക്ക് ചാരി. പിന്നെ ഞാൻ അത്രയും ക്രൂരയാണല്ലോ അല്ലേ? വരദ അവളുടെ തോളിൽ ഒരു അടിവെച്ച് കൊടുത്തു. അങ്ങനെയല്ല അമ്മേ. ഇത്രയും സങ്കടം ഉള്ളിലൊതുക്കി നീറിപ്പുകഞ്ഞു നടന്നപ്പോഴും ഏട്ടൻ എത്ര വേദനിച്ച് കാണും. അമ്മയൊന്ന് ഓർത്തു നോക്കിയേ. ജീവനെ പോലെ സ്നേഹിച്ച ഒരാൾക്ക് മറ്റൊരവകാശി. ഒട്ടും സഹിക്കാൻ വയ്യാഞ്ഞിട്ടാവും ഏട്ടൻ. ഭദ്രയുടെ സ്വരം ഇടറി. മാഷ് മകളുടെ തോളിൽ തട്ടി ആശ്വാസം പകർന്നു കൊടുത്തു. തീർത്തും നിശബ്ദയായി നടക്കുന്ന സീതയുടെ ചെറുവിരലിൽ കണ്ണൻ വിരൽ കോർത്തു. അവൻ്റെ കണ്ണുകൾ അപ്പോഴും എന്തൊക്കെയോ പറഞ്ഞും ചിരിച്ചും നടക്കുന്ന റിമിയുടെ നേരെയാണ്. അവൻ്റെ ആ സ്പർശത്തിൽ സീത ഞെട്ടിക്കൊണ്ടവനെ നോക്കി. എന്ത് പറ്റിയെന്ന് കണ്ണൻ കണ്ണുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. തൻ്റെ മൗനം കണ്ടിട്ടാണ്. സീതയ്ക്കത് മനസ്സിലായി.
നേർത്തൊരു ചിരിയോടെ അവളൊന്ന് കണ്ണടച്ച് കാണിച്ചു. എന്നിട്ടും അവൻ്റെ മുഖം തെളിഞ്ഞില്ല. ഇനി നമുക്ക് തിരിച്ചു പോവാം റിമി. റിമിയുടെ സംസാരമാവാം അവളെ വേദനിപ്പിച്ചതെന്ന തോന്നലിൽ കണ്ണൻ പറഞ്ഞു. ഇനിയും സീതയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്ന് അവന് തോന്നി. അതെന്താ കണ്ണൻ അങ്ങനെ? നീ ആഗ്രഹത്തോടെ നടക്കാൻ വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുന്നത്? റിമി അവനെ നോക്കി. സീത അപ്പോഴും മൗനത്തിലാണ്. അതോ, ഒന്നുമില്ല റിമി, എനിക്ക് വേറൊരു അത്യാവശ്യം കൂടിയുണ്ട്. അത് ഞാനിപ്പോഴാ ഓർത്തത്. ആ നിമിഷം വായിൽ തോന്നിയൊരു നുണ. കണ്ണൻ പറഞ്ഞു. ഷോ, കഷ്ടായിപ്പോയി. ഞാൻ എൻജോയ് ചെയ്ത് വരികയായിരുന്നു. റിമി അവനെ നോക്കി ചുണ്ടു ചുളുക്കി. എൻ്റെ എൻജോയ്മെൻറ്റ് മൊത്തത്തിൽ കുളമാക്കിയിട്ട് അവളുടെ ഒരു എൻജോയ് ചെയ്യൽ. കണ്ണൻ പിറുപിറുത്തു. ഓക്കെ സീതാലക്ഷ്മി, ഞങ്ങൾ തിരിച്ചു പോട്ടെ. താനിനി ഒറ്റയ്ക്ക് പോവേണ്ടി വരും അല്ലേ? റിമി സീതയെ നോക്കി. അവളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. പക്ഷേ ഡോണ്ട് വെറി സീതാലക്ഷ്മി, ഞങ്ങൾ നാളെ തീർച്ചയായും തനിക്കൊപ്പം വരും അല്ലേ കണ്ണൻ? അല്പം കൊഞ്ചലോടെയുള്ള റിമിയുടെ പറച്ചിൽ കേട്ടതും കണ്ണൻ അവളെ തുറച്ചു നോക്കി. ഇവളെ മിക്കവാറും ഞാൻ തന്നെ തല്ലി ഓടിക്കേണ്ടി വരും, അവൻ മനസ്സിൽ പറഞ്ഞു. ശരിയെന്നാ പോട്ടെ. സീത റിമിയോടാണ് യാത്ര പറഞ്ഞത്. ശേഷം വെറുതെ ആ നോട്ടം കണ്ണലിൽ ഒരു നിമിഷം തങ്ങി നിന്നു. തൻ്റെ മൗനമേൽപ്പിച്ച മുറിവ് ആ കണ്ണിൽ വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്നത് അവൾക്ക് കാണാമായിരുന്നു. അവൾക്ക് നേരെ അവനും പതിയെ തല കുലുക്കി. തിരിഞ്ഞു നോക്കാതെ ധൃതിയിൽ നടന്നകലുന്ന സീതയെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാൻ അവനുള്ളിൽ വല്ലാത്ത കൊതിയുണ്ടായിരുന്നു. പക്ഷേ തനിക്കൊപ്പം നടക്കുന്നവൾക്കൊരു സംശയത്തിൻ്റെ ഇട കൊടുക്കാതിരിക്കാൻ വേണ്ടി അവനാ കൊതിയെ മനസ്സിൽ തന്നെ ഒതുക്കി. സീതയുടെ മനസ്സിലും പതിവിനേക്കാൾ ഭാരം തൂങ്ങി. മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാലടികൾക്കും തളർച്ച ബാധിച്ചതുപോലെ അവൾ തളർന്നു തൂങ്ങിപ്പോയിരുന്നു. ചുറ്റുമുള്ള ശത്രുക്കളുടെ എണ്ണം കൂടുന്നുണ്ട്. അവൾ ഓർത്തു. റിമിയുടെ മുനവെച്ചുള്ള വാക്കിലും നോക്കിലും മനസ്സിലേക്ക് ഓടിയെത്തുന്ന നിരവധി സംശയങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തൻ്റെ നിഗമനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല എന്നത് അവളെ കൂടുതൽ സംഘർഷത്തിലാക്കി. അവൾക്കെന്തോ വ്യക്തമായ ലക്ഷ്യമുണ്ടെന്നുള്ളത് ഉറപ്പാണ്. സീതയുടെ മനസ്സ് മുരണ്ടു. ഒന്ന് പതിയെ പോ കണ്ണൻ, ഞാൻ ഓടിയിട്ട് പോലും നിനക്കൊപ്പം എത്തുന്നില്ല. പിറകിൽ നിന്നും റിമി തളർച്ചയോടെ വിളിച്ചു പറയുന്നത് കേൾക്കെ കണ്ണൻ്റെ മുഖത്തൊരു ദേഷ്യം നിറഞ്ഞു. വലിഞ്ഞു കയറി പോന്നതല്ലേ, അനുഭവിക്ക്, അവൻ അവൾ കേൾക്കാതെ പതിയെ പറഞ്ഞു. ശ്രീനിലയത്തിലെത്തിയതും അവൻ പോലും വല്ലാതെ കിതച്ചു പോയിരുന്നു. നീ എന്താടാ, വല്ല നടത്ത മത്സരത്തിനും ട്രൈ ചെയ്യുന്നുണ്ടോ? അവൻ വരുന്ന സ്പീഡ് കണ്ടുകൊണ്ട് ഉമ്മറത്ത് തന്നെ നിന്നിരുന്ന മിഥുൻ ചോദിച്ചു. കണ്ണനൊന്ന് ചിരിച്ചിട്ട് അവിടെയുള്ള കസേരയിലേക്കിരുന്നു. അയ്യോ മിത്തു, കുറച്ച് വെള്ളം കൊണ്ട് താടാ. താഴെ തറയിൽ നിന്നും മറ്റൊരു ദയനീയ സ്വരം കേട്ടിട്ട് മിഥുൻ അങ്ങോട്ടേക്ക് നോക്കി. വാടി തളർന്നു തൂങ്ങി ആ വെറുനിലത്തേക്കിരുന്ന് റിമിയെ കണ്ടിട്ട് അവന് ചിരി വന്നു. ആ, നിന്നെയാണോ ഇവൻ മത്സരത്തിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചത്? മിഥുൻ ചിരിയോടെ ചോദിച്ചു. റിമിയുടെ കണ്ണുകൾ കണ്ണന് നേരെ കോർത്തു. ഇവൻ വിളിച്ചിട്ട് പോയതാ ഞാൻ. റിമി അവശതയോടെ കണ്ണനെ നോക്കി. ഞാൻ നിന്നെ വിളിച്ചിട്ടൊന്നുമില്ല, നീ വലിഞ്ഞു കയറി പോന്നതല്ലേ. കസേരയിൽ ചാഞ്ഞു കിടന്നിരുന്ന കണ്ണൻ പെട്ടെന്ന് നേരെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അത് നീ തിരിച്ചു വരുമ്പോൾ ഒറ്റയ്ക്കാവരുത് എന്ന് കരുതിയിട്ടല്ലേ? നന്ദി വേണമെടാ, നന്ദി. റിമി കണ്ണനെ നോക്കി പറഞ്ഞു. ഓഹ്, നന്ദിയിൽ മാത്രം ഒതുക്കാനാവില്ല നീ ചെയ്തു തന്ന സഹായം. കണ്ണൻ വീണ്ടും പല്ല് കടിച്ചുകൊണ്ട് വേഗം എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. റിമി ദേഷ്യത്തോടെ അവൻ പോയ വഴിയെ നോക്കി. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, സത്യത്തിൽ നീയും അവനും എവിടെ പോയതാ? മിഥുൻ അവളുടെ അരികിലേക്കിരുന്നു കൊണ്ട് ചോദിച്ചു. ആ സെർവൻ്റ് ഇല്ലേ സീതാലക്ഷ്മി? റിമിയുടെ വാക്കിൽ വീണ്ടും പുച്ഛം നിറഞ്ഞു. സീതാലക്ഷ്മി ഹോം നേഴ്സാണ്. മിഥുൻ്റെ സ്വരം കടുത്തു. ആ, ആരെങ്കിലും ആവട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. റിമി വീണ്ടും ദേഷ്യത്തോടെ മിഥുനെ നോക്കി. ബാക്കി പറ. അവൻ അവളെ നോക്കി. ഞാൻ വരുമ്പോൾ കണ്ണനും സീതാലക്ഷ്മിയും മുറ്റത്തുണ്ട്. സീത അവളുടെ വീട്ടിലേക്ക് പോകാനിറങ്ങിയതാണ്. അവൾക്കൊപ്പം കണ്ണനും നടക്കാൻ പോകുവാണെന്ന് പറഞ്ഞു. ആ, കൂടെ ഞാനും പോയി. റിമി പറഞ്ഞത് കേട്ടപ്പോൾ മിഥുന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. കണ്ണൻ്റെ ദേഷ്യം ന്യായമാണ്. അവനിത്തിരി റൊമാൻസ് ഇറക്കാൻ ഇറങ്ങി തിരിച്ചതാണ് ഇവൾ ഉടച്ചു മുടക്കി കയ്യിൽ കൊടുത്തത്. മിഥുൻ ചിരിയാമർത്തിക്കൊണ്ട് റിമിയെ നോക്കി. അവളൊന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ചുകൊണ്ടിരുന്നു. അതേ, ഇവിടെ അവന് കമ്പനി കൊടുത്തുകൊണ്ട് നടന്നാൽ മതിയോ? തിരിച്ചു പോവണ്ടേ? മിഥുൻ്റെ ചോദ്യം കേട്ടിട്ട് റിമി അവനെ തുറച്ചു നോക്കി. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? മിഥുൻ അവളുടെ നോട്ടം കണ്ടിട്ട് ചോദിച്ചു. ഞാനെങ്ങും വരുന്നില്ല, റിമി അവനെ നോക്കാതെ പറഞ്ഞു. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. വരുന്നില്ലെന്നോ? യെസ്. നീ വേണമെങ്കിൽ തിരിച്ചു വിട്ടോ മിത്തു.
റിമി ഉറപ്പോടെ പറഞ്ഞു. നീ എന്തൊക്കെയാ റിമി പറയുന്നേ? ഇവിടെ ഇങ്ങനെ പറ്റിക്കൂടി നിൽക്കാൻ നിനക്ക് നാണമില്ലേടി? കണ്ണിൻ്റെ ഫ്രണ്ട്സാണെന്നുള്ള പേരിലല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്? അതിനൊക്കെ ഒരു ലിമിറ്റില്ലേ? മിഥുൻ അമർഷത്തോടെ റിമിയെ നോക്കി. ആ, അതിന് നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? നിന്നോട് നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ നിൽക്കുന്നത് അത് എന്നെ മാത്രം ബാധിക്കുന്നതല്ലേ. തൽക്കാലം അതോർത്തുകൊണ്ട് നീ ടെൻഷനാവേണ്ട. എൻ്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. അതിന് വരുന്നത് ഞാൻ സഹിച്ചോളാം. റിമി മിഥുനെ നോക്കി പറഞ്ഞു. കൂടുതലൊന്നും പറയാനും കേൾക്കാനും താല്പര്യമില്ലെന്നതുപോലെ റിമി എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. നിനക്കെന്താ സീതേ, ഭ്രാന്ത് വല്ലതുമുണ്ടോ? ഇന്നലെ സന്തോഷം കൊണ്ട് തുള്ളി നടന്നവൾ ഇന്ന് നനഞ്ഞ കോഴിയെപ്പോലെ. സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം? പാർവതി വന്നിട്ട് ഉരുട്ടി വിളിക്കുമ്പോൾ സീത ഒന്നുകൂടി ചുരുണ്ടു. എനിക്കൊന്നും വേണ്ടാഞ്ഞിട്ടാ ചേച്ചി. നീ ചെന്ന് കഴിച്ചിട്ട് വാ. അവൾ മുഖമുയർത്തി നോക്കാതെ തന്നെ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഇങ്ങോട്ട് എഴുന്നേറ്റേ നീ. രാവന്തിയോളം പോയി അവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നവളാ. നേരത്തും കാലത്തും ഒന്നും കഴിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല അവിടെ. ഇവിടെ വന്നിട്ടും പട്ടിണി കിടക്കാനാ നിന്റെ തീരുമാനമെങ്കിൽ അതിനിപ്പോൾ തുള്ളാൻ എന്നെ കിട്ടില്ല. പാർവതി അവളെ നോക്കി കണ്ണുരുട്ടി. പോത്തുപോലെ വളർന്നതൊന്നും നോക്കൂല ഞാൻ. നല്ല പെടവെച്ച് തരും പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ. ലല്ലമോള് വാപ്പൂത്തി ചിരിക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ ഇച്ചിരി നേരം കൂടി കിടക്കട്ടെ ചേച്ചി. സീത തലയുയർത്തിക്കൊണ്ട് പാർവതിയെ നോക്കി. പണ്ടേ നീ ഇങ്ങനെ തന്നെയാ. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ പറയും 1 മിനിറ്റ് ചേച്ചിന്ന്. എന്നിട്ട് പറഞ്ഞതിലും വേഗം അത് ചെയ്ത് തീർക്കുകയും ചെയ്യും. പാർവതി സീതയുടെ നേരെ സ്നേഹത്തോടെ നോക്കി. നമുക്ക് അന്നത്തെ അതേപോലെ ഇരുന്നാൽ മതിയായിരുന്നു ലേഡി ചേച്ചി. അപ്പൻ്റെ പോക്കറ്റിൽ മിച്ചം വരുന്നത് പെറുക്കിയെടുക്കാൻ കാത്തിരുന്ന അന്നത്തെ അതേ കുട്ടിക്കാലം തന്നെയായിരുന്നു ഇതിനേക്കാൾ നല്ലത്. പാർവതിയുടെ സ്വരം നേർത്തു. സീത മുഖം ഒന്നുകൂടി തലയിണയിൽ പൂഴ്ത്തി വെച്ചു. ഞാനും നീയും അജുവും കാണുന്നവർക്ക് ചെറുതാണെങ്കിലും നമ്മൾ കെട്ടിപ്പടുത്ത വലിയൊരു ലോകമുണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ. അതെല്ലാം നഷ്ടപ്പെട്ടു. നമ്മൾ എന്നതൊക്കെ പല വഴിക്ക് ചിതറി. വേദനകൾക്കും കണ്ണീരിനും ഇന്നും യാതൊരു പഞ്ഞവുമില്ല. വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾക്ക് ചെറുതായി ഒരു മാറ്റം വന്നു എന്ന് മാത്രം. പാർവതിയുടെ സ്വരം നനുത്തു തുടങ്ങി. സീതയുടെ കൈകൾ കിടക്കവിരിയിൽ മുറുകി. ഉള്ളിൽ അവൾ ഒതുക്കിയിട്ട സങ്കടങ്ങളിൽ വീണ്ടും രക്തം കിനിഞ്ഞു തുടങ്ങി. ഇന്ന് തീരും നാളെ തീരുമെന്ന് എണ്ണി എണ്ണി ജീവിച്ചിട്ടും ഇതല്പം പോലും കുറയുന്നില്ലല്ലോടി. ഒന്ന് മതിയാക്കി എഴുന്നേറ്റ് പോ ചേച്ചി, ഞാൻ വരാം. നെഞ്ചിൽ നിന്നും തികട്ടി വന്നൊരു കരച്ചിൽ കടിച്ചു പിടിച്ചുകൊണ്ട് സീത അല്പം ഉറക്കെ പറഞ്ഞു. പാർവതി ഒരു നെടുവീർപ്പോടെ അവളെ നോക്കിയിട്ട് എഴുന്നേറ്റ് പോയി. കൂടെ ലല്ലമോളും പോയി. സീത കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു. വീണ്ടും വീണ്ടും ഉള്ളു പൊള്ളുന്നു. എന്തിനെന്ന് പോലും അറിയാതെ ഒരു നോവ് അരിച്ചു കയറുന്നു. ഹൃദയം ഒന്നാകെ വേദന കൊണ്ട് വിങ്ങുന്നു. എത്രയൊക്കെയായാലും കരയില്ലെന്ന വാശിയുള്ളതുപോലെ അവൾ വീണ്ടും വീണ്ടും ശ്വാസമെടുത്തു. മുറിയിലെ ആണിയിൽ കൊളുത്തിയിട്ട ബാഗിൽ നിന്നും പ്രണയഗാനത്തിൻ്റെ ഈരടികൾ വീണ്ടും അവളുടെ കുഞ്ഞു മുറിയിൽ അലയടിച്ചു. ചാടി എഴുന്നേറ്റുകൊണ്ടവൾ ബാഗ് വലിച്ചെടുത്തു. എല്ലാത്തിനും വല്ലാത്ത ധൃതിയുണ്ടായിരുന്നു. വിളിക്കുന്നത് അവനാണെന്ന് ഹൃദയത്തിനറിയാമെന്നതുപോലെ തുടിക്കുന്നുണ്ട്. ബെല്ലടിച്ച് നിൽക്കും മുന്നേ സീത അതെടുത്ത് കാതോട് ചേർത്ത് വെച്ചു. ലച്ചു. അവൾക്ക് വീണ്ടും കരച്ചിൽ വന്നു. ഏയ്, എന്താ മിണ്ടാത്തെ? വീണ്ടും ആ സ്വരം. ഒന്നുമില്ല. അവൾ കിടക്കയിലേക്ക് തളർന്നിരുന്നു. എനിക്കറിയാം ലച്ചു, നിനക്ക് സങ്കടമായിട്ടുണ്ടാകും. സോറി. ഞാൻ ആ നേരത്ത് നിൻ്റെ കൂടെ വരാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടല്ലേ. ദേഷ്യം കൊണ്ടവൻ്റെ സ്വരം മുറുകുന്നത് അവൾ അറിഞ്ഞു. എനിക്കൊരു സമാധാനമില്ല ലച്ചു. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? സങ്കടം നിറഞ്ഞ അവൻ്റെ സ്വരം. സീതയുടെ കണ്ണുകൾ അറിയാതെ തന്നെ നിറഞ്ഞു. പറ ലച്ചു, എനിക്ക് ശ്വാസം മുട്ടൽ സഹിക്കാൻ പറ്റുന്നില്ല. സീത കരച്ചിൽ അമർത്തി വയ്ക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ കണ്ണേട്ടാ. പക്ഷേ അതിന് എനിക്ക് അർഹതയുണ്ടോ എന്നതിൽ അത് മാത്രമാണ് സംശയം. ഇടറിക്കൊണ്ട് അവളത് പറയുമ്പോൾ മറുവശം അവൻ നിശബ്ദനായിരുന്നു. കരയാൻ മാത്രം വേദനിപ്പിച്ചോ നിന്നെ അവളുടെ വാക്കുകൾ? കണ്ണൻ ചോദിച്ചപ്പോൾ സീത ശ്വാസം പിടിച്ചു. കൈകൊണ്ട് മുഖമമർത്തി തുടച്ചു. എന്നിട്ടും സങ്കടം കുറയുന്നില്ല. ഇന്നേരം വരെയും ഉള്ളിൽ ഒതുക്കിയ വിങ്ങൽ ആ സ്നേഹത്തിന് മുന്നിൽ അണപൊട്ടി ഒഴുകിയിറങ്ങുന്നത് തടയാനാവാത്ത വിധം സീത നിസ്സഹായമായി പോയിരുന്നു. ഞാൻ കരഞ്ഞില്ല കണ്ണേട്ടാ, അവൾ പതിയെ പറഞ്ഞു. എവിടെയിരുന്നാലും ആ മനസ്സിൽ പിടയുന്നത് എനിക്ക് കാണാൻ വെച്ചു.
നേർത്ത സ്വരത്തിൽ അവനത് പറയുമ്പോൾ കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ സീത വാ പൊത്തിപ്പിടിച്ചു. അതോ ഇനി കണ്ണേട്ടൻ അറിയരുത് എന്ന് കരുതുന്ന വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ പെണ്ണിന്? ആർദ്രമായ അവൻ്റെ സ്വരം. വീണ്ടും സീതയുടെ ഉള്ളം പിടഞ്ഞു. അവൾക്കൊരക്ഷരം മിണ്ടാനായില്ല. ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ, എനിക്കൊരിത്തിരി സമാധാനം കിട്ടാനാ. എനിക്കറിയാം ചോദിക്കുന്നത് നിനക്കിഷ്ടമാവില്ലെന്ന്. പക്ഷേ നിന്നെയൊന്ന് കാണാതെ എൻ്റെ വിങ്ങൽ അവസാനിക്കില്ല ലച്ചു. കാതിൽ അവൻ്റെ ശ്വാസം പതിയുന്നുണ്ടെന്ന് തോന്നി സീതയ്ക്ക്. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ ലച്ചു? വീണ്ടും അവൻ്റെ യാചന നിറഞ്ഞ സ്വരം. ഇനിയും മിണ്ടാതെയിരിക്കുന്നത് ബുദ്ധിയില്ലെന്ന് തോന്നി സീതയ്ക്ക്. ചെക്കൻ ആവേശത്തിൽ കയറി വന്ന അതോടെ തീർന്നു. എനിക്കൊന്നുമില്ല കണ്ണേട്ട, തൊണ്ടയൊന്ന് ശരിയാക്കി സീത പറഞ്ഞു. മറുവശം അവൻ്റെ ശബ്ദം നിലച്ചു പോയിരുന്നു. എന്തൊക്കെയോ ആലോചിച്ച് കിടന്നപ്പോൾ ബാക്കി പറയാതെ അവളൊന്ന് നിർത്തി. അപ്പോഴും മിണ്ടിയില്ല. ഹലോ, കേൾക്കുന്നില്ലേ? അവനുണ്ടെന്ന് ഉറപ്പായിട്ടും വെറുതെ സീത ചോദിച്ചു. നേർത്തൊരു മൂളലാണ് ഉത്തരം കിട്ടിയത്. വേഗം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ കേട്ടോ, സീത ചിരിയോടെ പറഞ്ഞു. ഐ ലവ് യു ലച്ചു. കാറ്റുപോലെ അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. ഹൃദയത്തിനേറ്റ തീപ്പൊള്ളലുകൾക്ക് മീതെ തൂവൽ കൊണ്ട് തലോടിയ പോലൊരു സുഖം. സീതയാ നിർവൃതിയിൽ മിഴികൾ അടച്ചു നിന്നു.